തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് നാനാഭാഗത്തുനിന്നും ഒഴുകിയെത്തിയ ജനസാഗരമായിരുന്നു. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാര് അധികാരമേൽക്കുന്ന ഈ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയവരില് മുതിർന്ന നേതാക്കള് മുതല് സാധാരണ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികള് വരെയുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനടക്കം പ്രതിപക്ഷ കക്ഷി നേതാക്കളും ചടങ്ങിനെത്തി. പാലക്കാട് മുൻ എം.എൽ.ഡോട്ടെയും യൂത്ത് കോൺഗ്രസ് മുൻ നേതാവുമായ രാഹുല് മാങ്കൂട്ടത്തില് സത്യപ്രതിജ്ഞാവേദിയിലെത്തിയപ്പോൾ പ്രവർത്തകർക്കിടയില് വലിയ ആവേശമാണ് പ്രകടമായത്. അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാന് വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. ഈ ഘട്ടത്തില് മാധ്യമങ്ങളെ കണ്ട രാഹുല് തനിക്കെതിരെയുള്ള വിവാദങ്ങളിലും പാർട്ടി നടപടികളിലും സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടുകള് തുറന്നു പറഞ്ഞു. പാർട്ടി തന്നെ പുറത്താക്കിയാലും താന് എന്നും ഒരു കോൺഗ്രസുകാരന് തന്നെയായിരിക്കുമെന്നും നിലവിലെ യുഡിഎഫിന്റെ വന് വിജയം കഴിഞ്ഞ 10 വർഷക്കാലമായി തങ്ങള് പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനപ്രതിനിധിയാവണോ പാർട്ടി ഭാരവാഹിയാണോ എന്ന് ചോദിച്ചാല് എന്നും ഭാരവാഹിയെന്നാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നിരാശകളില്ല, പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം തുടരും. പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം എന്റെ ക്ലാരിറ്റിയാണ്. പദവികൾക്കായി ഉള്ളതല്ല അത്. രാഷ്ട്രീയം പറയുന്നത് തുടരുമെന്നും രാഹുല് മാങ്കൂട്ടത്തില് പറഞ്ഞു. പദവികൾക്കായുള്ളതല്ല അത്, രാഹുല് പറഞ്ഞു. രാഹുലിന്റെ തിരിച്ചുവരവിനുള്ള ഒരു തുടക്കമാവുമോ ഇതിനുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ലല്ലോ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ മറുപടി. രാഷ്ട്രീയ പ്രവർത്തനം എന്നാല് എം.എൽ.എ എം.പിയോ ആകുക മാത്രമല്ലെന്നും അതിന് മുന്നനിരയെന്നോ പിന്നിരയെന്നോ വ്യത്യാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവില് തനിക്കെതിരെ കോടതിയിലുള്ള കേസിനെക്കുറിച്ചും തുടരന്വേഷണ സാധ്യതയെക്കുറിച്ചുമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് രാഹുല് നൽകിയത്. തന്നോട് ഏറ്റവും സ്നേഹവും കരുതലുമുള്ള പിണറായി വിജയന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ കേസുകളുടെയെല്ലാം കുറ്റപത്രം സമർപ്പിച്ചതെന്നും ബാക്കിയെല്ലാം ഇനി കോടതിയിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോടതിയിലെ പോരാട്ടം കഴിയുമ്പോൾ മാധ്യമങ്ങള് പറഞ്ഞ പല കാര്യങ്ങളും തിരുത്തേണ്ടിവരുമെന്നും ഇന്നത്തെ ശുഭദിനത്തില് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചു. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ജനീഷ് വരുന്നത് വ്യക്തിപരമായി ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും താൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ സഹപ്രവർത്തകനാണ് അദ്ദേഹമെന്നും രാഹുല് മാങ്കൂട്ടത്തില് ഫേസ്ബുക്ക് കുറിപ്പില് പറഞ്ഞു. മുൻപ് നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തില് പങ്കെടുത്തു ഗൺമാന്മാരുടെ ക്രൂരമായ മർദ്ദനമേറ്റ എ.ഡി. തോമസ്, വി.ടി. സൂരജ് എന്നിവരെ സ്മരിച്ച രാഹുല് എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഗുണ്ടകളെപ്പോലെ പെരുമാറിയ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ജനങ്ങളുടെ മറുപടിയാണ് ഈ ഭരണമാറ്റമെന്ന് ചൂണ്ടിക്കാട്ടി. ചാണ്ടിയുമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതില് ആർക്കും നിരാശ വേണ്ടെന്നും താഴെത്തട്ടിലൂടെ വളർന്നുവന്ന അദ്ദേഹം ഒരു യഥാർത്ഥ പാർട്ടിക്കാരനാണെന്നും രാഹുല് വ്യക്തമാക്കി. വി.ഡി. സതീശന്റെ നേതൃത്വത്തില് മുതിർന്നവരും ചെറുപ്പക്കാരും ഉൾപ്പെടുന്ന ഒരു വെൽ ബാലൻസ്ഡ് ടീമാണ് വന്നിരിക്കുന്നത്. ഇത് അടുത്ത തലമുറയിലേക്കുള്ള നേതൃത്വ കൈമാറ്റമാണ്. കോൺഗ്രസിലെ ഓരോ സാധാരണക്കാരനുമാണ് ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിരിക്കുന്നത് എന്ന ഫീലിംഗാണ് എല്ലാവർക്കുമുള്ളത്.